അച്ഛന്മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നൊരു പുതിയൊരു ആപ്ലിക്കേഷൻ ആട്ടോ. ആപ്ലിക്കേഷൻ എല്ലാവർക്കും ചിലപ്പോൾ അറിയണ്ടായിരിക്കാം, പക്ഷെ അറിയാത്ത ആൾക്കാർക്കാണ് ഞാനിപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ChatGPT. അപ്പോൾ ChatGPT ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, എൻ്റെ ഇപ്പോൾ Gmail ID വെച്ചിട്ട് ലോഗിനാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ യൂസർ നെയിം നമ്മളത് ചെയ്യും. ജിമെയിലിൻ്റെ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇത് ഫ്രീ ആപ്ലിക്കേഷൻ ആട്ടോ. എന്നിട്ട് നമുക്കുള്ള ഡൗട്ടുകളൊക്കെ ഇപ്പോൾ ഇതിൽ ടൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത ലെറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ടു റൈറ്റ് ദ റെസിഗ്നേഷൻ വിത്ത് പോസിറ്റീവ് ടോൺ അടിച്ചു കഴിഞ്ഞാൽ റെസിഗ്നേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. എന്നിട്ട് ഇവിടെ അടിയിലൊരു ബട്ടൺ കണ്ടില്ലേ, ഇത് അമർത്തുക. കണ്ടില്ലേ, സ്ട്രക്ചർ ഓഫ് ദി പോസിറ്റീവ് റെസിഗ്നേഷൻ ലെറ്റർ. ഇനി അടുത്ത ഫോർമാറ്റാണിത്. ശരിക്കും ഇപ്പോൾ നമുക്ക് ഇത് ഇല്ലാന്ന് വെച്ചാൽ ഒന്നിലും കോപ്പി പേസ്റ്റ് ചെയ്യണം, വേഡിക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എക്സിലേക്ക് ആണെങ്കിൽ എക്സിലേക്ക്, പവർ പോയിന്റിലേക്ക് ആണെങ്കിൽ പവർ പോയിന്റിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ വേർഡ് ഫോർമാറ്റ് അതിനടിക്കുക. ഇവിടെ കണ്ടില്ലേ ഈ ബട്ടൺ കണ്ടില്ലേ, ഈ ബട്ടൺ അമർത്തുക. അപ്പോൾ അനലൈസിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നെറ്റിന് പെട്ടെന്ന് സ്പീഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവും. ഇപ്പം നെറ്റ് സ്ലോ ആയതുകൊണ്ടാണെന്നുകൊണ്ട് ഇത്ര സ്ലോ വരിക. കണ്ടില്ലേ, ആ വേർഡ് ഫോർമാറ്റ് വന്നു. ഇനി ഇൻ എക്സൽ അടിച്ചു കഴിഞ്ഞാൽ എക്സലിലേക്ക് വരും. മറ്റേ ഇവിടെ കണ്ട ഈ ബട്ടൺ അമർത്തുക. വീണ്ടും അനലൈസിങ് ആണ്. ഇതെന്താണോ വരാണ്ടിരുന്നേ? നമുക്ക് വീണ്ടും അടിച്ചു നോക്കിയോട്ടാ, വന്നില്ല. ഇൻ എക്സൽ ശരിക്കും വരേണ്ടതാണ്. ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവർക്ക് കണ്ടന്റ് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും ഈ സെയിം കണ്ടന്റ് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇൻ എക്സൽ ഫോർമാറ്റ് അടിച്ചു നോക്കട്ടോ. സംഭവം ഒന്നുണ്ട്, ഇൻ എക്സൽ ഫോർമാറ്റ്. ഇനി വരുമോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയോ. വേണ്ടതാണ്, എന്തോ വരുന്നില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് അറ്റാച്ച്മെൻറ്റ് ഫോൾഡറാണ്, അവിടെ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വോഡാഫോൺ ഷെയറിൻ്റെ പ്രൈസ് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ VI ഷെയർ പ്രൈസ്, അതുപോലെ എന്തെങ്കിലും നമുക്ക് ഒരു ഹിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. ChatGPTക്ക് ഫുള്ള് കിട്ടും. ഉണ്ടല്ലേ, ഇപ്പോഴത്തെ കറൻറ്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7.36 ആണ്. ഇത് ശരിക്കും യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടും. പക്ഷെ മെയിനായിട്ട് നമുക്കിപ്പോൾ ഒരു കണ്ടന്റ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിയാത്ത എന്ന് കഴിഞ്ഞാൽ ഒരു ഹിൻ്റ് ഇട്ട് കൊടുത്താൽ ഇവർ തന്നെ റെഡി ആക്കിക്കോളും. അതാണ് ഇപ്പോൾ കണ്ടില്ലേ, മാംഗോ കുൽഫി ഡെലീഷ്യസ് എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എന്ത് നമ്മളടിച്ചാലും ഒക്കെ പെട്ടെന്ന് തന്നെ വരും.
ഇതൊക്കെ ഞാൻ മുമ്പ് അവിടെ ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. ഇതൊക്കെ മുമ്പ് നമ്മൾ ടൈപ്പ് ചെയ്ത ഓരോ കാര്യങ്ങളാണ്. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യണം ChatGPT. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്തായാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.